AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാൻ വരുന്നെന്ന കോൺഗ്രസ്സുകാർ പറയുന്നത്. വേണു വന്നാൽ ശക്തമായ മത്സരം നടക്കും, ഒരു സംശയം വേണ്ട. വേണുവിനെ മുന്നിൽ കണ്ടാണ് BJP ഒരു മുഴം മുന്നേ എറിഞ്ഞത്. മുതിർന്ന വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചു. ഇത് BJP നടത്തിയത് അപ്രതീക്ഷിത നീക്കമാണ്. ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പ്രാഥമിക ചർച്ചകളിലൊന്നും ഇല്ലാതിരുന്നയാളാണ് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ശോഭാ സുരേന്ദ്രൻ. കഴിഞ്ഞ തവണ NDA സ്ഥാനാർത്ഥിയായ ഡോക്ടർ KS രാധാകൃഷ്ണൻ ഇവിടെ 1,87,729 വോട്ടുകൾ നേടിയിരുന്നു. ഇത്തവണയും ഡോക്ടർ രാധാകൃഷ്ണൻ്റെ പേരാണ് ഉയർന്നു കേട്ടത്. ഇതോടൊപ്പം ഉണ്ടായിരുന്നത് കൊല്ലപ്പെട്ട രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ ഭാര്യ അഡ്വക്കേറ്റ് ലിഷ രഞ്ജിത്തിൻ്റെ പേരുമായിരുന്നു. ഇതിൽ രാധാകൃഷ്ണനും ലിഷയും മത്സരിക്കാൻ വൈമനസ്യം അറിയിച്ചിരുന്നു. ഇതിനിടെയാണ് ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ച ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെട്ടത്. ശോഭ മത്സരിക്കാൻ താൽപ്പര്യപ്പെട്ടിരുന്ന മണ്ഡലങ്ങളിൽ ആലപ്പുഴ ഉണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ ആഗ്രഹം കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചിരുന്ന ആറ്റിങ്ങലായിരുന്നു, പിന്നീട് കോഴിക്കോടായിരുന്നു. പാർട്ടി സംസ്ഥാന നേതൃത്വവുമായി അകന്നു നിൽക്കുന്ന ശോഭാ സുരേന്ദ്രൻ അവരാഗ്രഹിച്ച സീറ്റല്ല ലഭിച്ചതെങ്കിലും കോൺഗ്രസിൻ്റെ ഉന്നത നേതാവ് മത്സരിക്കാൻ സാധ്യതയുള്ള മണ്ഡലമെന്ന നിലയിൽ കടുത്ത ത്രികോണ മത്സരം ലക്ഷ്യമിട്ടാണ് BJP ദേശീയ നേതൃത്വം ഈ നീക്കം നടത്തിയത്. പരമ്പരാഗതമായി CPMന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈഴവ വോട്ടുകൾ ശോഭയ്ക്ക് മറിക്കാൻ സാധിക്കും. ശോഭ കഴിഞ്ഞ തവണ 90,000 വോട്ടുണ്ടായിരുന്ന മണ്ഡലത്തിലാണ്, അതായത് ആറ്റിങ്ങിലാണ് മത്സരിച്ചതെന്നും അത് 2 ലക്ഷമാക്കി ഉയർത്തിയെന്നും ഇത്തവണ 2 ലക്ഷത്തോളം വോട്ടുള്ള മണ്ഡലമാണ് തനിക്ക് ലഭിച്ചിരിക്കുന്നതെന്നും ശോഭ അവകാശപ്പെട്ടു. ശോഭയുടെ ഈ അവകാശവാദത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരാത്മവിശ്വാസം. വെള്ളാപ്പള്ളിയുടെ സ്വന്തം തട്ടകമായ ആലപ്പുഴയിലെ സാമുദായിക സമവാക്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് ഈഴവ സമുദായ അംഗമായ ശോഭ ഇറക്കിയുള്ള BJPയുടെ ഈ നീക്കം. 2019 LDFന് ലഭിച്ച ഏക സീറ്റാണ് ആലപ്പുഴ. അന്ന് വിജയിച്ച AM ആരിഫ് തന്നെയാണ് ഇത്തവണയും CPM സ്ഥാനാർത്ഥി.